ഈ അടുത്ത് പള്ളിയിലെ ഒരു ഉസ്താദ് അദ്ദേഹം ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ട ഒരു കാഴ്ച ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ? കണ്ടോ? കണ്ടില്ലേ? എന്നാ ഇപ്പോഴും കാണാത്ത കുറച്ച് ആളുണ്ട്. ഞങ്ങളപ്പ കണ്ടിണ്ടാവൂലേ? കണ്ടു. തങ്ങളൊക്കെ കണ്ടു. നമ്മളെല്ലാരും കണ്ടോണം. അറേബ്യൻ ഗൾഫ് ചാനലിൽ വരെ ആ വാർത്ത വന്നു. അപ്പൊ അയാൾ എവിടുത്തെ ആളാണ്? കർണാടക മംഗലാപുരത്ത് നിന്ന് കുറെ അങ്ങോട്ട് ചെന്നാൽ ഭട്കൾ, ആ ഭട്കൾ കഴിഞ്ഞ് അവിടെ ഹൊണ്ണാവറ എന്ന സ്ഥലത്ത് അവിടുത്തെ പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് മൂപ്പരങ്ങ് കൊഴഞ്ഞു വീണ് മരിച്ചു. അബ്ദുൽ ലത്തീഫ് മദനി, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗത്തിൽ വലിയ പദവി കൊടുക്കട്ടെ, നമുക്ക് അള്ളാഹു നല്ല മരണം തരട്ടെ. വെറുതെ ആ മരണം കിട്ടൂലല്ലോ, അന്ന് വെറുതെ ഒന്നും കിട്ടൂല. അപ്പോ ഒരു സയ്യിദ് ഉണ്ട്. ഞാൻ ആ സയ്യിദിനെ അങ്ങോട്ട് വിളിച്ചപ്പോ, നമ്മളെ അറിവിൽ നമ്മൾ ആ ഭാഗത്തുള്ള ഒരു സയ്യിദ് ഉണ്ട്, പ്രധാനപ്പെട്ട ഒരു സയ്യിദ്. മൂപ്പരെ ഞാൻ ഒരു വിഷയത്തിന് അങ്ങോട്ട് വിളിച്ചപ്പോ മൂപ്പർ പറഞ്ഞു, നൗഫൽ സഖാഫി, ഞാനിപ്പോ അടുത്ത് മരിച്ച അബ്ദുൽ ലത്തീഫ് മദനിന്റെ വീട്ടിലാണ് ഉള്ളത്. ആ വീട്ടിൽ നിന്നൊക്കെ ദുആ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ നമ്മളിങ്ങനെ കുറച്ചു നേരം ഫോണില് ആ ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് മൂപ്പർക്ക് അങ്ങനെ ഒരു മരണം കിട്ടാൻ? പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഒരു നല്ല മരണം സംഭവിച്ചാൽ വേഗം അവരെ വീട്ടിലേക്ക് പോയിട്ട് അയാൾ എന്താ ഒരു പ്രത്യേകത അയാൾക്കുള്ളത് എന്ന് ചോദിച്ചറിയും. ഒരു ചീത്ത മരണം ഉണ്ടായാലും അങ്ങനെയാണ്, പോയിട്ട് ചോദിച്ചറിയും എന്താ അങ്ങനെ ഒരു മരണ കാരണം ഒക്കെ ചരിത്രത്തിലുള്ളതാണ്. അപ്പൊ ഈ തങ്ങളാപ്പ എന്നോട് പറഞ്ഞു, പിന്നെ തങ്ങന്മാരെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ വലിയ മഹത്വമാണല്ലോ അല്ലെ. നമ്മളെ കണ്ടില്ല, ഇപ്പൊ ഇവിടെ മഹല്ല് സെക്രട്ടറി ബഹുമാനപ്പെട്ട തങ്ങളാണ്. ഞങ്ങൾ കയറിയപ്പോഴേക്ക് തന്നെ ആദ്യം ചെയ്ത് തങ്ങളാപ്പാന്റെ കൈപിടിച്ചു. കാരണം ഞങ്ങളെ ഉസ്താദ് ശൈഖുന സുൽത്താനുൽ ഉലമ പഠിപ്പിച്ച അതാണ്. അഹ്ലു ബൈത്താകുമ്പോ പിന്നെ വേറെ ഒന്നും നോക്കുക, അവർക്കുള്ള മഹത്വം അത് വല്ലാത്തതാണ്. ഇവിടുന്ന് പ്രത്യേകിച്ച് പറയുമ്പോ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല ബഹുമാനപ്പെട്ട അവേലത്തെ തങ്ങളുപ്പാപ്പൻ അല്ലാഹു മർഖദ, അല്ലാഹു അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന സുൽത്താനുൽ ഉലമാന്റെ ഉസ്താദിനെ വളർത്തിക്കൊണ്ടുവന്ന എല്ലാമാണ് മഹാനവരുകൾ. അതൊക്കെ ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയാം. അള്ളാഹു ആ കുടുംബത്തിന് വലിയ സന്തോഷം കൊടുക്കട്ടെ, വലിയ ഖൈറ് നൽകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളാപ്പാന്റെ ദറജ അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. അപ്പൊ ഈ തങ്ങൾ എന്നോട് പറഞ്ഞു, ഞാന് അബ്ദുൽ ലത്തീഫ് മദനിന്റെ ഉമ്മാനോട് ചോദിച്ചു, മരിച്ച ഈ ഉസ്താദിന്റെ ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളെ മോനെ അങ്ങനെ ഒരു മരണം വെറുതെ കിട്ടൂല, അത് അയാൾക്ക് നല്ല ആർക്കാണെങ്കിലും അത്ര അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ എളുപ്പത്തിലൊന്നും അത്ര നല്ല മരണമൊന്നും കിട്ടൂലല്ലോ. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിത്യമാക്കിയിട്ടുണ്ടാവും, ചെയ്യണത് ഒന്നാണെങ്കിലും ഉണ്ടല്ലേ. മൂപ്പർക്ക് ഇപ്പൊ യൂട്യൂബ് ചാനലൊന്നുമില്ല, ഉണ്ടോ? മൂപ്പര ഒരു ക്ലിപ്പും ജീവിതകാലത്ത് വന്നതായി ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആകെ മൂപ്പര ക്ലിപ്പ് വന്നിട്ടുള്ളത് മരിച്ച രംഗാണ്, ആ ക്ലിപ്പേ വന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് മൂപ്പര് ലോകമെമ്പാടും അറിയപ്പെട്ട സെലിബ്രിറ്റിയായി മാറി. ജീവിതകാലത്ത് മൂപ്പരൊരു സ്പീച്ചും നടത്തിയിട്ടില്ല, ഒരു കപ്പലിൽ പോകുന്ന യാത്രയും കാണിച്ചിട്ടില്ല, ഫ്ലൈറ്റിൽ പോകണമെന്നും കാണിച്ചിട്ടില്ല. ആകെ മൂപ്പര് മരിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് ലോകമെമ്പാടും അറിഞ്ഞു. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തത് അറിയാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണത്, നമ്മളൊന്ന് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി. ഇത് മൂപ്പര് ശ്രദ്ധിച്ചിട്ടേ ഇല്ല, മൂപ്പറങ്ങ് ചെയ്തപ്പോ നല്ല മരണം കിട്ടിയപ്പോ ലോകം അറിഞ്ഞു. അപ്പൊ അത് അത്ര വെറുതെ ഒന്നും കിട്ടൂലല്ലോ. അപ്പൊ ഈ തങ്ങളാപ്പ പറയാണ്, നല്ലൊരു സയ്യിദാണ്, മുഖ്ലിസായ സയ്യിദാണ് മൂപ്പര്. ഈ തങ്ങളാപ്പ പറഞ്ഞു, സഖാഫി, ഞാന് അബ്ദുൽ ലത്തീഫ് മദന്റെ ഉമ്മാനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഉമ്മ നിങ്ങളെ മോനക്ക് ഇങ്ങനെ ഒരു മരണം കിട്ടാൻ? അപ്പൊ ഉമ്മമാർക്കല്ലേ മക്കളെ കുറിച്ച് എന്നാരുള്ളൂ. തങ്ങളാപ്പ പറഞ്ഞു, ഞാൻ ഈ ഉസ്താദിന്റെ ഉമ്മാനോട് ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങളെ മകന് ഇത്രയും നല്ല മരണം കിട്ടാനുണ്ടായ കാരണം എന്താണ്? ഉമ്മയായ നിങ്ങൾക്കറിയാതിരിക്കൂലല്ലോ. ഉമ്മാന്റെ മറുപടിയാണ് ഈ സയ്യിദിനോട്, തങ്ങളെ
എന്റെ മോനെ കുറിച്ച് എനിക്ക് വേറൊന്നും അറിയില്ല. പക്ഷെ 2 സ്വഭാവം അവന്റെ ജീവിതത്തിൽ അവൻ പതിവാക്കിയിരുന്നു. അത് ഞാൻ കണ്ടതാണ്. ആ ഉമ്മ തങ്ങളോട് പറഞ്ഞത്, ഞാൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് തങ്ങളവരുകൾ എന്നോട് പറഞ്ഞത്, ഞാൻ ഇവിടെ വാള് പറയുമ്പോൾ ഞാനതിപ്പോ ഓർക്കുകയാണ്. എന്നിട്ട് ആ ഉമ്മ തങ്ങളാപ്പാനോട് പറഞ്ഞു, ചിലപ്പോ നിങ്ങൾ ചിന്തിക്കും, അതെ ഇപ്പൊ ഖുർആനിന്റെ ഖത്മിന്റെ എണ്ണം പറയാൻ പോകും, ഖുർആനിന്റെ ഖത്മിന്റെ കാര്യമാണ് ഇപ്പൊ പറയാൻ പോവാ, അല്ലെ ദിക്റിന്റെ കാര്യമാണ് പറയാൻ പോവാ, തസ്ബീഹിന്റെ കാര്യമാണ് പറയാൻ പോവാ, അല്ലെ പള്ളിയിൽ ജമാഅത്തിന് വന്ന കാര്യമാണ് പറയാൻ പോവാ, അല്ലെങ്കിൽ തഹജ്ജുദിന് എണീറ്റതിന്റെ കാര്യമാണ് പറയാൻ പോവാ. അല്ല അല്ല, ഖൽബുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതേ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് പോലും അങ്ങനെ ആകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. സുബ്ഹി ജമാഅത്തിന് തന്നെ പള്ളിയിൽ വരുന്നവർക്ക് പോലും അങ്ങനെ ആകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഖുർആൻ ഖത്മുകൾ ധാരാളം ഓതി തീർക്കുന്നവർക്ക് പോലും അങ്ങനെ ആകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അതേ അല്ലാഹുവിന്റെ അരികിലെത്തുന്ന സമയത്ത് സമ്പത്തും മക്കളും തീരെ ഉപകാരത്തിന് വരാത്തൊരു നാള്. സമ്പത്ത് അങ്ങനെയാണെങ്കിൽ ഉപകാരത്തിന് വരൂല, മക്കളും ഇതുപോലെയാണെങ്കിൽ ഉപകാരത്തിന് വരൂല. ആ നാളിൽ അല്ലാഹുവിന്റെ അരികിൽ രക്ഷപ്പെടുന്നത് ആരാണ്? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട ഹൃദയമാണ് കേട്ടോ, സലീമായ ഖൽബാണ് കേട്ടോ, അതേ നല്ല മനസ്സാണ് കേട്ടോ. എന്താണ് ആ 2 സ്വഭാവം? ഉമ്മ പറയാണ്, തങ്ങളെ എന്റെ മകൻ കുറച്ചേ കഴിക്കുള്ളൂ, കുറെ ഭക്ഷണം മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചാലും എന്റെ മകനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനല്ലേ അവന്റെ ഉമ്മ, ഞാനല്ലേ അവനെ പ്രസവിച്ചത്, ഞാനല്ലേ അവനെ പോറ്റി വളർത്തിയത്, ഞാനല്ലേ അവന് ഭക്ഷണം കൊടുത്തത്. അതാ അവന്റെ സ്വഭാവമാണ്, കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷേ കുറച്ച് കഴിച്ചിട്ട് ബാക്കി കുറച്ചങ്ങ് എടുത്തു വെക്കൂ. എന്നിട്ടോ ഭക്ഷണം ആവശ്യമുള്ളവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കൂ, മനുഷ്യർക്ക് കൊടുക്കൂ, ജീവികൾക്ക് കൊടുക്കൂ. ഇനി 2ാമത്തെ സ്വഭാവം എന്താണ്? അതേ പള്ളിയിൽ നിന്ന് മാസം മാസം കിട്ടുന്ന സംഖ്യ അത് കൂട്ടാൻ ചോദിച്ച് വാങ്ങിയ ചരിത്രം എന്റെ മകന്റെ ജീവിതത്തിലില്ല. അത് കുറഞ്ഞുപോയി എന്ന പരാതിയും ഉണ്ടായിട്ടില്ല. കിട്ടുന്നതോ ചെറിയ സംഖ്യയാണ്, അത് അവർക്കും അവരെ കുടുംബത്തിനും തന്നെ തികയുന്നില്ല. എന്നാലും അത്യാവശ്യമുള്ളതിന് വേണ്ടി മാത്രം എടുത്തു വെച്ച് ബാക്കിയുള്ള ചെറിയ ചെറിയ തോതിലെങ്കിലും ആവശ്യമുള്ളവർക്ക് കൊടുത്ത് സഹായിക്കൂ, പാവങ്ങളെ സഹായിക്കും. അത് കൊടുക്കുന്നത് ചിലപ്പോ ഒരാൾക്ക് 100 രൂപയായിരിക്കും, എന്നാലും പതിവ് പോലെ അങ്ങനെ പലതും കൊടുത്തത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ചോദിക്കട്ടെ, ഇതാർക്കാണ് ചെയ്യാൻ കഴിയുക? നല്ല മനസ്സുള്ളവർക്കല്ലേ ചെയ്യാൻ കഴിയുക. ഞാൻ ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരും ഭക്ഷണം കഴിക്കണം. അതെ, ഞാൻ മനസ്സമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം പോരാ, അവരും ജീവിക്കണം എന്ന നല്ല മനസ്സുള്ളവർക്കല്ലേ ഇത് ചെയ്യാൻ കഴിയുക. ആ നല്ല മനസ്സുണ്ടായത് കൊണ്ടല്ലേ ഒരു നല്ല മരണം കിട്ടിയത്. അത് വെറുതെയല്ലല്ലോ. അതുകൊണ്ടാണല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത്, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. ഓ, എന്നെ ഒന്ന് മുസ്ലിമായി മരിപ്പിച്ചിട്ട് സ്വാലിഹീങ്ങളെ കൂടെ എന്നെ ചേർക്കണേ അല്ലാഹ്. ആ നല്ല മനസ്സുണ്ടാക്കിയെടുക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയം ഞാൻ എന്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാദം നിർത്തുന്നു.